ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതീവ രുചിയോട് കൂടിയുള്ള ഒരു മുട്ട ഓംപ്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ചൂട് ചോറിനോടൊപ്പം പിന്നെ വൈകുന്നേരത്തെ ചൂട് ചായയോടൊപ്പം സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓംപ്ലേറ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ മുട്ടയും മൂന്നാമത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. നാലാമത്തെ മുട്ടയും നമുക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട മൊത്തവും ഞാൻ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കടഞ്ഞെടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ മിക്സാക്കിയ മുട്ടയിലേക്ക് നമുക്ക് ഒരു 1.5 പിടി ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാവേ. നല്ല രുചിയാണ് ഈ മുട്ട ഓംപ്ലേറ്റിൽ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ 1.5 പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 പിടി മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇറുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണേ. ഈ മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ മുട്ട ഓംപ്ലേറ്റിന് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണും താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണും താഴെ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ആ മുരിങ്ങയില കട്ട പിടിച്ചൊന്നും കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. മുരിങ്ങയിലേക്ക് ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ് ഈ മുട്ട ഓംപ്ലേറ്റ്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മുരിങ്ങയിലേക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് കട്ടയാവാത്ത രീതിയിൽ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആ മുരിങ്ങയിലയും തേങ്ങയൊക്കെ എത്തണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പരത്തി ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ, തീ കൂട്ടിയെടുക്കരുത്. നമ്മൾ തീരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്ക് എല്ലാ ഭാഗത്തും എത്തത്ത വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് 1 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിടാൻ പ്രയാസമാണെങ്കിൽ വേറെ ഒരു പരന്ന ഒരു കയ്യിലോ അല്ലെങ്കിൽ ചട്ടുകമോ വെച്ചിട്ട് രണ്ടും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയേ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മുട്ട ഓംപ്ലേറ്റ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത 1 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം.
അപ്പോൾ അടിഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റ് ഇതിലേക്ക് കമഴ്ത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് നമ്മുടെ അതീവ രുചിയുള്ള മുട്ട ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനോടൊപ്പവും വൈകുന്നേരം ചൂട് ചായയോടൊപ്പം സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട ഓംപ്ലേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയും തേങ്ങയും പിന്നെ ടൊമാറ്റോയൊക്കെ ചേർത്തുകൊണ്ടുള്ള അതീവ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട ഓംപ്ലേറ്റ് ഞാൻ ദാ കട്ട് ചെയ്തെടുത്തു. ദാ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നോക്കിയേ, നന്നായിട്ട് വെന്തിട്ട് നല്ല ഭംഗിയുണ്ട്. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്